പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിലേറെ പ്രിയരെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിനമാണല്ലോ ഇന്ന്. നിശബ്ദതയിൽ ദൈവഹിതം തിരിച്ചറിയുന്ന യോസേപ്പ് പിതാവ് ബഹളങ്ങളിലല്ല, ഒച്ചപ്പാടുകളിലല്ല, നിശബ്ദതയിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്ന യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ കർത്താവിന്റെ ദൂതൻ ഈ പറയുന്ന പെൺകുട്ടിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിനോടും ക്രിയാത്മകമായി പ്രതികരിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അത് സ്വപ്നത്തിലാണ്, നേരിട്ടല്ല. സ്വപ്നത്തിൽ ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പിന് നമ്മൾ എത്ര പേര് സ്വപ്നത്തിൽ ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പിന് ഉത്തരം നൽകും? അത് നമ്മുടെ ജീവിതത്തെ കണ്ടമാനം ബാധിക്കുന്ന ഒരു കാര്യത്തിന്. ഇവിടെ ജോസഫ് തന്റെ ജീവിതത്തിന്റെ ഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനത്തിന്, സ്വപ്നത്തിലൂടെയുള്ള ദൈവത്തിന്റെ ആ അരുൾപ്പാടിന് ഉത്തരം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി അതിനെന്ത് വിലയും കൊടുക്കുന്ന വിശുദ്ധ യോസേപ്പ് പിതാവ്, നിശബ്ദതയെ സ്നേഹിക്കുന്ന യോസേപ്പ് പിതാവ് നമ്മെ സഹായിക്കട്ടെ. ഈ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ആമേൻ. നിൻ വഴിയേ